ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരമാവധി സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടും ADGP ആയിട്ടുള്ള MR അജിത്കുമാറിനെ സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശരിക്കും കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം വിശദീകരിച്ച് തളർന്ന ഒരു സംഗതിയായിരുന്നു. എന്തുകൊണ്ട് അജിത്കുമാറിനെതിരെ നടപടിയെടുക്കുന്നില്ല എന്നുള്ള പേരിൽ. റിപ്പോർട്ട് കിട്ടുന്നില്ല, DGP തരുന്നില്ല, റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെയാണ്. ഇവരൊക്കെ ജയിച്ച് ഈ കസേര ഇരിക്കാൻ വേണ്ടി തല്ലുകൊണ്ട് ആളെ ദ്രോഹിച്ച ഒരാളെ കുറിച്ചുള്ള റിപ്പോർട്ടാണ്. അത് ചോദിച്ചു വാങ്ങേണ്ടത് ജനാധിപത്യത്തിലൊരു രീതിയാണ്. കൊണ്ടുവരാൻ പറയണം. ഞങ്ങളെ ഉപദ്രവിച്ചാൽ ഞങ്ങളുടെ ആളെ അല്ലെങ്കിൽ നാട്ടിൽ സ്വന്തക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആരെയും അടിച്ചൊതുക്കാൻ വേണ്ടി നടന്ന ഒരാളുടെ പേര് നടപടി അങ്ങോട്ട് ചോദിച്ചു DGP അതല്ലെങ്കിൽ DGP വിശദീകരണം ചോദിക്കണം, ഇങ്ങോട്ട് തരാൻ പറഞ്ഞ റിപ്പോർട്ട്. എന്താണെങ്കിലും KC വേണുഗോപാലിൻ്റെ ഒറ്റ ഡയലോഗിന് ശേഷമാണ് ആഭ്യന്തരമന്ത്രിയുടെ സ്വഭാവം മാറിയത്. അതുവരെ അദ്ദേഹം ഞാൻ ഒന്നും അറിയില്ല, എനിക്കൊന്നും അറിയാത്ത രീതിയിൽ പ്രത്യേക ചിരിയുണ്ട് അദ്ദേഹത്തിന്. നമ്മളെ കണ്ടില്ല, ഇവിടെ തിരുവനന്തപുരത്ത് വെച്ച് ഏതോ ഒരു ലേഡി റിപ്പോർട്ടറാണ് ചോദിക്കുന്നത്. ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് എനിക്ക് അങ്ങോട്ട് ആവശ്യപ്പെടാൻ പറ്റില്ല, റിപ്പോർട്ട് എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുതരണം. അപ്പോൾ അതിൻ്റെ ഉപചോദ്യമായിട്ട് വന്നു, നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട നിങ്ങളുടെ യുവ നേതാക്കളെ തല തല്ലി കീറി ആ ചോരയിൽ നിന്നുകൊണ്ടല്ലേ നിങ്ങൾ ജയിച്ചതെന്നുള്ള ഒരു ചോദ്യം വന്നപ്പോൾ ഇങ്ങനെ ഒന്നും കേൾക്കാത്ത മട്ടിൽ ഇറങ്ങിപ്പോവാണ്. നമുക്കറിയാമല്ലോ എന്താണ് ചെന്നിത്തല വളരെ ഒളിപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ചെന്നിത്തലയാണ് ഇയാളെ സംരക്ഷിക്കാൻ ശ്രമിച്ചത്. പക്ഷേ KC വേണുഗോപാൽ, അതും KC വേണുഗോപാലിൻ്റെതും ഒരു ചെറിയ ഡ്രാമ കളിച്ചിട്ടാണ് അത് വന്നിരിക്കുന്നത്. കാരണം അത് മാധ്യമപ്രവർത്തകരോട് നേരത്തെ പറഞ്ഞിരുന്നു, KC വേണുഗോപാലിനോട് ഈ ഒരു ചോദ്യം ചോദിക്കണമല്ലോ. കാരണം സംഘടന ചുമതല AS ജനറൽ സെക്രട്ടറിയാണ്, കോൺഗ്രസ് പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ AS ജനറൽ സെക്രട്ടറിക്ക് വിശദീകരണം ചോദിക്കാം. എന്തുകൊണ്ട് നിങ്ങൾ നമ്മുടെ പാർട്ടിയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഇന്ന് MLA ആയിരിക്കുന്ന, സിൻഡിക്കേറ്റ് മെമ്പർ ആയിരിക്കുന്ന വേറെ ഒരുപാട് പേരെ ഇത്രയും മൃഗീയമായി തല്ലിച്ചതച്ച ഈ വൃത്തികെട്ടവന്മാരെ സംരക്ഷിച്ച ആളിനെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്ന് ചോദിക്കാമല്ലോ. അല്ല, ഇതിനകത്ത് നമ്മളൊന്ന് ആലോചിക്കണം, എന്ത് പാർട്ടി സ്നേഹമാണ് ഇവർക്ക് പാർട്ടിയുള്ളത്? എന്തോ പ്രവർത്തകരോടുള്ള സ്നേഹമില്ല. എന്ത് സ്നേഹം? ഇവിടെ ഇത്രയും വലിയ ഒരു ക്രൂരകൃത്യം ചെയ്തൊരാൾ, അയാൾ എന്താണ് ചെയ്തത്? അയാൾ ആദ്യം പിണറായി വിജയൻ്റെ കിങ്കരന്മാരെ വിട്ട് പാവപ്പെട്ട 2 ചെറുപ്പക്കാരുടെ തലയടിച്ച്, അതിനുശേഷം അവരുടെ പരാതിയിൽ വന്ന അന്വേഷണ റിപ്പോർട്ട് അയാൾ പൂഴ്ത്തിയെന്ന് മാത്രമല്ല, അയാൾ ആ അന്വേഷണ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി ഈ റിപ്പോർട്ട് മാറ്റി എഴുതിച്ചു. ഈ റിപ്പോർട്ട് കോടതിയിൽ കൊണ്ടുകൊടുത്തപ്പോൾ കോടതി ഇത് തിരസ്കരിച്ചു. ഇത്രയൊക്കെ ചെയ്ത ഒരാൾ, അത് ഒരു കേസ് മാത്രമാണ്. ഇയാൾ ഇതുപോലെ ചെയ്ത എത്രയോ കേസുകൾ നമ്മുടെ ഉൾപ്പെടെയുള്ള എത്ര കേസുകളുണ്ട്. P. വിജയൻ എന്ന് പറയുന്ന ADGP, ഇന്ന് ക്രമസമാധാന ചുമതലയുള്ള P. വിജയൻ, ഒരു കാലത്തിൻ്റെ ഒരു കളി എന്നൊക്കെ പറയുന്ന ഇതാണ്. ഇന്നിപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള P. വിജയനെ സസ്പെൻഡ് ചെയ്യിക്കാൻ വേണ്ടി MR അജിത്കുമാർ കളിച്ച കളികൾ വളരെ ഭീകരമാണ്. ഇന്നിപ്പോൾ P. വിജയൻ ക്രമസമാധാന ചുമതല ADGP മാത്രമല്ല, ശബരിമലയിലെ ചുമതലയുള്ള പോലീസ് ചീഫ് കോർഡിനേറ്ററായി. കാരണം അതേസമയം അജിത് കുമാർ നെട്ടോട്ടോടിക്കൊണ്ടിരിക്കുകയാണ്. അജിത് കുമാർ ശബരിമലയിലും ഈ പരിപാടി കാണിച്ചിരുന്നു. അതായത് തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്താൻ എന്തൊക്കെ പണിയാണോ ഒപ്പിച്ചത്, അതേ പരിപാടി ഇയാൾ ശബരിമലയിലും കാണിച്ചു. ശബരിമലയിൽ ഭക്തരെ തല്ലുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ശബരിമലയിൽ പോലീസുകാർ ഭക്തരെ തല്ലാൻ പറഞ്ഞു. തല്ലിയിട്ട് ഭക്തരും പോലീസുമായിട്ട് ഏറ്റുമുട്ടിയ 2 സന്ദർഭങ്ങളുണ്ടായി ഇയാൾ പോലീസ് ചീഫ് കോർഡിനേറ്റർ ആയിട്ടിരിക്കുന്ന സമയത്ത്. അതിനുശേഷം അയാൾ കാണിച്ച പരിപാടി എന്താണ്? ശബരിമലയ്ക്ക് ട്രാക്ടറിൽ കയറിപ്പോയി. അത് ഒരുമാതിരി പിടികിട്ടാ പുള്ളികൾ കയറിപ്പോകുന്ന പോലെ തലവഴി മുണ്ടുമൊക്കെ ഇട്ട് ക്യാമറ ഇല്ലാത്ത ഭാഗം നോക്കിപ്പോയി വലിഞ്ഞു കയറി. എന്നിട്ട് എന്താണ് അധികാര ദുർവിനിയോഗം? ശരിക്കും ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അധികാര ദുർവിനിയോഗമാണ്. ഈ അധികാര ദുർവിനിയോഗം, അതിന് എതിരെയാണ് നടപടി വേണ്ടത്. പോലീസുകാരുടെ ഇടയിലുള്ള ഏറ്റവും കൂടുതലുള്ള ഒരു സംഭവമാണ്. എ.ഡി. തോമസ് വളരെ പാവം, നല്ലൊരു ചെറുപ്പക്കാരൻ, ആദ്യം MLA ഒരാളാണ്. ഇതേ പരിപാടി ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ അടുത്തോ വല്ല VMസുകാരൻ്റെ അടുത്തോ ആണ് ഈ പോലീസുകാരന്മാർ കാണിച്ചിരുന്നെങ്കിൽ വിവരം അറിയായിരുന്നു. അല്ല, ഇതിപ്പോൾ ആരോട് കാണിച്ചാലും ആഭ്യന്തരമന്ത്രി ആരാണ്? രമേശ് ചെന്നിത്തല. അതെ, ഈ രമേശ് ചെന്നിത്തലയ്ക്ക് ഇത് അറിയാൻ വയ്യാഞ്ഞിട്ടല്ലല്ലോ, അയാളുടെ ജില്ലയാണ്. ആ ചെറുപ്പക്കാരനെ അടി കൊണ്ടുവരുന്ന അവർക്ക് ഇപ്പോഴും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. അപ്പോൾ എന്താണ്? തെക്കൻ ജില്ലക്കാരനായ ഒരു മുതലാളി, ഒരു വ്യവസായ മുതലാളി ഇടപെടുന്നു, അജിത്തിനെ ഉപദ്രവിക്കരുതെന്ന് പറയുന്നു. അജിത്ത് രമേശ് ചെന്നിത്തല വീട്ടിൽ കയറി ഇറങ്ങി നടക്കുന്നു. അപ്പോൾ രമേശ് ചെന്നിത്തല എന്ത് ചെയ്യുന്നു? വ്യവസായിമാരൊക്കെ വിളിച്ചതല്ലയോ, അജിത്ത് വന്ന് വിളിച്ചതല്ലയോ, പോട്ടെ ഇയാളോടങ്ങ് വിട്ടേക്കാം. അതിനെന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ആ റിപ്പോർട്ട് അവിടെ വെച്ചോളൂ, അത് ഇങ്ങോട്ട് തരണ്ട, ഞാൻ പറഞ്ഞിട്ട് തന്നാൽ മതി എന്നൊരു നിർദ്ദേശം അതങ്ങനെ നിർദ്ദേശം DGPക്ക് കൊടുക്കുന്നു. DGP ഇങ്ങനെ ഒരു അവസരം പാർത്തിരിക്കുകയായിരുന്നു, എങ്ങനെ അജിത്തിനെ പോയിക്കാം. അപ്പോഴാണ് DGP ഞെട്ടിപ്പോകുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം തൻ്റെ സോഴ്സുകളോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതെ, എന്തായാലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ സാധനം ഇരിക്കുന്നു, ഇത് മേടിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നൊരു വാർത്ത പുറത്തു വരുന്നു.
അതായത് നമുക്കറിയാവുന്ന സോഴ്സുകളിൽ കൂടെ തന്നെ വാർത്ത പുറത്തു വരുന്നു. ഈ വാർത്ത പുറത്ത് വന്നു കഴിയുമ്പോഴാണ് വളരെ ധാർഷ്ട്യത്തോടു കൂടിയുള്ള രമേശ് ചെന്നിത്തലയുടെ മറുപടി. അദ്ദേഹം മറുപടി പറയാൻ പോലും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് രസകര കാര്യം ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴേ. അപ്പോൾ അത് നമുക്ക് എത്രമാത്രം ഈ അജിത്തിനെ ഇയാൾ ഇതുവരെ ഈ ആഭ്യന്തരം രക്ഷിക്കാൻ ശ്രമിക്കുന്നു നമുക്ക് മനസ്സിലാവില്ല ഇതിൽ നിന്ന് തന്നെ. അല്ല, ഇദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനാവുകയാണ്. അതെ, ചോദിക്കുന്നുണ്ട് എനിക്ക് കിട്ടാതെ എന്ത് ചെയ്യാൻ പറ്റുന്ന. അത് ആ മറുപടിയിൽ തന്നെയുണ്ട് ഇദ്ദേഹം അയാളെ രക്ഷിക്കുന്നതിനുള്ള കാര്യം. കാരണം ഒരു വകുപ്പിലെ മന്ത്രി, ആ മന്ത്രിക്ക് തൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരോട് ഒരു റിപ്പോർട്ട് ചോദിച്ചു മേടിക്കാനാണോ ഇത്ര ബുദ്ധിമുട്ട്? അല്ല, അത് അല്ലെങ്കിൽ ഇത് കേരളത്തിലെ ഇവരൊക്കെ പഴയ സ്കൂളുകാരാണ്. ഇപ്പോഴും ഇവർ ജീവിക്കുന്ന ഒരു 80കളിലൊക്കെ ഉള്ള ഒരു കാലത്താണ്. അപ്പോൾ അവർ വിശ്വസിക്കുന്നത് ഞാൻ പറഞ്ഞാൽ കറക്റ്റാണ്, ഞാൻ രക്ഷിച്ചാരും മനസ്സിലാക്കൂല എന്നൊക്കെയാണ്. കാലം മാറിപ്പോയി, ഇതൊക്കെ ആൾ മനസ്സിലാക്കും. രമേശ് ചെന്നിത്തലയ്ക്ക് അടുത്തവണെങ്കിലും മുഖ്യമന്ത്രി ഒരു അവസരം ഉണ്ടായി മിക്കവാറും ഈ ഒരു 5 വർഷം കൊണ്ട് അതിനുള്ള സാധ്യതയും കൂടെ പൂർണ്ണമായി ഇല്ലാതാവും. ജീവിതത്തിൽ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഭാവിയിൽ അറിയപ്പെടാം, അത്രയേ ഉള്ളൂ. അല്ല, ഇതിനകത്ത് അതിനു മുമ്പ് ഇദ്ദേഹം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആഭ്യന്തരമന്ത്രിയാണ്. ഈ ഇന്റലിജൻസുകാരോട് ചോദിച്ചാൽ SSBയോട് ചോദിച്ചിട്ട് അജിത്തിനെ കുറിച്ച് ഒരു പൊതുജനാഭിപ്രായം എടുക്കാൻ പറയണം. അതിന് ഏറെ എങ്ങും പോകണ്ട. മറുനാടൻ മലയാളിയും ഏഷ്യാനെറ്റും ഒക്കെ കൊടുക്കുന്ന അജിത് കുമാറിനെതിരായ വാർത്തകളുടെ അടിവശത്തെ കമന്റ് ബോക്സ് മാത്രം വായിച്ചാൽ മതി എന്താണ് ജനത്തിന് അജിത്തിനോടുള്ള താല്പര്യം, അയാളോടുള്ള സമീപനം എന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയും. കാരണം എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരുന്നു. എല്ലാവർക്കും എത്രയും ആൾക്കാർക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാകാൻ കാരണം ഈ പാവപ്പെട്ട പിള്ളേരുടെ തലക്കടിച്ചതാണ്. ഈ തലക്കടിച്ച് മൃതപ്രായരാക്കിയിട്ട് അവരുടെ ചോരയിൽ ചവിട്ടി നിന്നുകൊണ്ട് ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രിയാകാൻ ശ്രമിച്ചതാണ്. ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷം രമേശ് ചെന്നിത്തല പറയുന്നു എനിക്കറിയില്ല, എനിക്കിങ്ങോട്ട് കിട്ടിയിട്ടില്ല. ആരോടാണ് ഈ പറയുന്നത്? ഇത് പണ്ട് പിണറായി പറയുമ്പോൾ അനക്കറിയില്ല എന്ന് പറയും പോലെ തന്നെയാണ്. അത് ഇതെല്ലാം ചേർന്ന് അനക്കറിയില്ല പറഞ്ഞതിൻ്റെയാണ് ഇപ്പൊ പിണറായി കരക്കിരിക്കുന്നത്. ഇതേ പരിപാടി കാണിച്ച ആളാണ് ഇപ്പൊ കരക്കിരിക്കുന്നത്. അത് ഏറ്റവും ദയനീയമാണ്. അതെങ്കിലും ഇവർ ഓർക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി പറയാം, MRനെ സസ്പെൻഡ് ചെയ്താൽ, സസ്പെൻഡ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ അയാൾ കോടതിയിൽ പോകുമ്പോൾ അപ്പോൾ അതനുസരിച്ചുള്ള നിയമോപദേശം തേടിയിട്ടുണ്ട്. അപ്പം MRനെ സസ്പെൻഡ് ചെയ്ത MRനെ അറസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഇയാൾ ഈ ഭാരതീയ നീതിന്യായ വ്യവസ്ഥയിലെ പല വകുപ്പുകളുടെയും ലംഘനമാണ് നടത്തിയിട്ടുള്ളത് ഈ പദവി ഇരുന്നുകൊണ്ട്. അപ്പോൾ ഇന്നൊരു റിട്ടയർഡ് DYSP എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയിരിക്കുന്നതെന്നറിയും, ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ബുദ്ധി ഈ അജിത്തിനൊന്നും ഇല്ല, അയാൾക്ക് അതിന് തക്ക ബുദ്ധിയൊന്നുമില്ല. ഏതോ ഒരു ശങ്കരനാണ് ഇത് എഴുതി കൊടുത്തിരിക്കുന്നത്. ഈ ശങ്കരനാണ് ശബരിമലയെ പെണ്ണുങ്ങളെ കയറ്റിയത് എന്ന് പറഞ്ഞ് പ്രക്ഷോഭം എന്ന് പറയുന്ന റിട്ടയർഡ് DYSP അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിരിക്കും. ഇവരിതൊന്നും അറിയുന്നില്ലല്ലോ. ഇവർ പിണറായിയുടെ ദാസന്മാരായിരുന്നു. ഇനിയിപ്പോൾ ചെന്നിത്തലയുടെ ദാസനാവും, അത്രേ ഉള്ളൂ. സാർ ഞാൻ അങ്ങയുടെയും ദാസനാണെന്ന് എന്ന് പറയും. ശരി, നിന്നെ അംഗീകരിച്ചിരിക്കുന്നു എന്ന് ചെന്നിത്തലയും പറയും. അതാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം മാത്രം മറക്കാതിരിക്കുക. ആലപ്പുഴയിലെ മാത്രമല്ല, കേരളത്തിലെ ലോകമെമ്പാടുള്ള മലയാളികൾ ഏറെ താല്പര്യത്തോട് കാത്തിരിക്കുന്ന ഒരു വാർത്തയാണ്. ഇതിനെയാണ് ഇത്രയും നാൾ ചവിട്ടി മുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പം DGP ഇന്നിപ്പോൾ നിയമോപദേശം കൂടെ എടുത്തതിന് ശേഷം അജിത്തിൻ്റെ മറുപടി കൂടെ കിട്ടണം. അജിത്തിന് ഇത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വിശദമായ റിപ്പോർട്ട് ഇന്ന് ആഭ്യന്തര സെക്രട്ടറിക്ക് സമർപ്പിക്കും. ഈ ആഭ്യന്തര സെക്രട്ടറിക്ക് ഇത് സമർപ്പിച്ചാൽ ഉടൻ തന്നെ ഇതിനകത്ത് നടപടി എടുത്തേ പറ്റൂ. നടപടി എടുക്കാതിരിക്കാൻ കഴിയില്ല. കാരണം KC വേണുഗോപാൽ അതിനകത്ത് ശക്തമായിട്ട് തന്നെ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ KC വേണുഗോപാലിന് ഇടപെട്ടേ പറ്റൂ. ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ ഈ പറയുന്ന ഇവിടെ ഈ കേരള തെരഞ്ഞെടുപ്പിൽ ശരിക്കും ഇതിനു വേണ്ടി ഇവർക്ക് വിജയിക്കാനും ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും തക്കതായിട്ടുള്ള സാമ്പത്തിക സഹായം അടക്കം ഉണ്ടാക്കി കൊടുത്തയാൾ KC വേണുഗോപാൽ. അതെ, KC വേണുഗോപാൽ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് അദ്ദേഹം ഇടപെടുക തന്നെ വേണം. ഇക്കാര്യത്തിൽ അടിയന്തര തീരുമാനം ഉണ്ടാകുക തന്നെ വേണം. ഇനി കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെടണമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. KC വേണുഗോപാൽ ഇടപെട്ടാൽ മതി, ഇതിൻ്റെ ഒരു അടിയന്തര പരിഹാരം ഉണ്ടാകും. അതിനൊപ്പം തന്നെ ഒരു കാര്യത്തിൽ കൂടി KC ഇടപെടേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന്, അവിടെ പൂഴ്ത്തി വെച്ചിരിക്കുന്ന KK മഹേശൻ്റെ ഭാര്യയുടെ പരാതിയിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ KK മഹേശൻ്റെ ഭാര്യ വളരെ വ്യക്തമായ ശക്തമായ തെളിവുകളോടുകൂടിയുള്ള പരാതി നൽകിയിട്ടുണ്ട്. UDF സർക്കാരിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് അവർ ആ പരാതി നൽകിയിരിക്കുന്നത്. അതേപ്പറ്റി ചോദിക്കുമ്പോഴും ഇയാൾ ഒരുമാതിരി പരിഹസിക്കുന്ന പരിപാടിയാണ് ഈ ചെന്നിത്തല കാണിക്കുന്നത്, അല്ലേ? അതെ. അന്ന് ഒരു ദിവസം മാധ്യമപ്രവർത്തകർ ചോദിച്ചു SIT രൂപീകരിക്കും. ഉടനെ അദ്ദേഹം ചോദിക്കുകയാണ്, SIT അതെന്ത് സാധനം, ഒന്നും അറിയാൻ വയ്യാത്ത പോലെയാണ്. ശരി, നിങ്ങൾക്ക് അട്ടിമറിക്കണമെങ്കിൽ നിങ്ങൾ അട്ടിമറിച്ചോളുക, ഈ അപഹസിക്കാൻ നിൽക്കരുത്. മാധ്യമപ്രവർത്തകരെ അപഹസിച്ച ഒരാളാണ് ഇപ്പം ഇപ്പുറത്ത് ചൊറിയുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പണ്ട് ഈ 86 പിന്നിടുമ്പോൾ ലീഡർക്ക് എന്ത് തോന്നുന്നു, തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത് എന്ന് ചോദിച്ചപ്പോൾ ലീഡർ അവിടെ നിന്നുകൊണ്ടൊരു കറക്കം കറങ്ങിയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ ഒന്നും കാണുന്നില്ലെന്ന് പറയുന്ന ഒരു സീനുണ്ട്. ഇതേപോലെയാണ്
SIT എന്ന് രൂപീകരിക്കുമെന്ന് ചോദിച്ചു. SIT അതെന്ത് സാധനമെന്നാണ് ചോദിക്കുന്നത്. ഒരു ആഭ്യന്തരമന്ത്രി ചോദിക്കുന്ന ചോദ്യമാണ് തിരിച്ച്. അതായത് വെള്ളാപ്പള്ളിയെ സംരക്ഷിക്കണമെങ്കിൽ നിങ്ങൾ സംരക്ഷിക്കുക, അതിനുള്ള മറുപടി ഇവിടുത്തെ ജനങ്ങൾ നൽകും. പക്ഷേ ഈ അജിത്ത്, വെള്ളാപ്പള്ളി അതുപോലെയുള്ള ആൾക്കാരെ സംരക്ഷിക്കാനാണെങ്കിൽ ഇവിടെ CPM മാറേണ്ട ആവശ്യമില്ലായിരുന്നു. ജനങ്ങളുടെ മുഴുവൻ പൊതുശത്രുക്കളായിട്ടുള്ള ആളുകളുണ്ടല്ലോ, ഇവരെ നേരിടുക തന്നെ ചെയ്യണം, ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതല്ലെങ്കിൽ നാളെ രമേശ് ചെന്നിത്തലയോട് ജനം കണക്ക് പറയും. അതാണ് സംഭവിക്കുന്നത്.